ഹായ് മക്കളെ, ചിലപ്പോൾ നിങ്ങൾ നീറ്റും ചെയ്യുന്ന റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ നീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടാവും. ആൻഡ് അവർക്കുള്ള ഏറ്റവും ബെസ്റ്റ് സ്കോളർഷിപ്പ് എക്സാം ആയിരിക്കും ഇത്. സ്കോളർഷിപ്പ് എക്സാം അല്ല, സ്കോളർഷിപ്പ് ആയിരിക്കും ഇത്. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, എൻ്റെ അറിവിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും +1 മാർക്ക് ബേസ് ചെയ്തിട്ട് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അവർ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇത്രയും നല്ലൊരു സ്കോളർഷിപ്പ് എന്തായാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കിട്ടാൻ പോകുന്നില്ല. സോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, തീരുമാനിച്ചില്ല ചെയ്തു നോക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ അവസാനം വരെ ഈ വീഡിയോ കാണാം. ആൻഡ് നിങ്ങൾക്കില്ല, പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. സോ ഈ വർഷം 2026 +2 പരീക്ഷ എഴുതുന്ന, അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നീറ്റിനോ ജെഇക്കോ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ കുട്ടികൾക്കുള്ള ദ ബെസ്റ്റ് സ്കോളർഷിപ്പ് എക്സാം ആയിരിക്കും ഇത്. ഇത് വളരെ സിമ്പിളാണ്. 2 പ്രിൻസിപ്പിളാണ് ഇതിലുള്ളത്. ഒന്നാമത്, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നല്ല സ്കോളർഷിപ്പ് തന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞാൻ രണ്ടാമത്തെ കേസ്, ഒരു ഹയർ സെക്കൻഡറിയിൽ എത്തുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടഫായിട്ടുള്ള ഒരു സ്റ്റേജാണ് +1 എന്ന് പറയുന്നത് അല്ലേ. നിങ്ങൾക്കൊക്കെ അറിയാം. കഴിഞ്ഞ വർഷമൊക്കെ +1 പരീക്ഷ അത്യാവശ്യം നല്ല ടഫായിരുന്നു. അപ്പം 240 ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ 240 ഒരു 200 മാർക്കിൻ്റെ മുകളിലൊക്കെ വാങ്ങിയ ആൾക്കാരെന്താണ് കുഴപ്പമില്ലാതെ പഠിക്കാനുള്ള സ്കില്ലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇവരൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള +1 സ്കോളർഷിപ്പ് ഉറപ്പായിട്ട് അവസാനം വരെ കാണാം. താല്പര്യമുള്ള എല്ലാ ഫ്രണ്ട്സിനും ശരി, ആ ഗ്രൂപ്പിലേക്ക് ഇടുക കേട്ടോ. അപ്പം നോക്കാം, വേഗം തന്നെ എന്ത് ചെയ്തോ, ഇതാ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ. ഞാൻ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ്, നിങ്ങൾ ജെഇ ആണ് നോക്കുന്നതെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ്, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നീറ്റ് ആണ് നോക്കുന്നത്, അതിൻ്റെ മാർക്ക് മാത്രമാണ് നോക്കുന്നത്. 80 മാർക്കിലാണ്. സോ 3 സബ്ജക്റ്റ് കൂടിക്കഴിഞ്ഞാൽ 240 മാർക്കാണ് വരുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാവുന്നതാണ് കേട്ടോ. 240 240 മാർക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് ഫീ 100% ഫ്രീ ആണ്, രജിസ്ട്രേഷൻ ഫീ ഫ്രീ ആണ്. ആകെ നിങ്ങൾ പേ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹോസ്റ്റൽ ഫീയും അതേപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഫീയും മാത്രം. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം 1 ലക്ഷം രൂപയോളം എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ 240 ഔട്ട് ഓഫ് 240 നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, സാർ ഇമ്പ്രൂവ്മെൻറ്റിൽ കിട്ടിയാൽ മതിയോ? അത് ഞാൻ എന്ത് ചെയ്തു തരാം, ലാസ്റ്റ് പറഞ്ഞു കേട്ടോ. ഇനി രണ്ടാമത്തെ കേസ്, നിങ്ങൾക്ക് 239 മാർക്കാണെങ്കിൽ നിങ്ങൾക്ക് 90% ഓഫ് ദ കോഴ്സ് ഫീ ഉണ്ടാവും. രജിസ്ട്രേഷൻ ഫീയും സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഫീയും ഉണ്ടാവും. കോഴ്സ് ഫീ 90% ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, 1 മാർക്കിൻ്റെ വിലയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അങ്ങനെ പോയിട്ട് 238 മാർക്കാണെങ്കിൽ 75%, 237 ആണെങ്കിൽ 50%, 3 മാർക്ക് കൊണ്ട് 50% കുറവ്. ആൻഡ് 235 ആണെങ്കിൽ 25%, 230 മുകളിലാണെങ്കിൽ 20%, ആൻഡ് 220ൻ്റെയും 220ൻ്റെയും 229 ഇടയിലാണെങ്കിൽ 15% നിങ്ങൾക്കുണ്ട്. ആൻഡ് 200ൻ്റെ മുകളിലാണെങ്കിൽ അടക്കം 10% ഓഫ് ദ കോഴ്സ് ഫീ എന്തായിരിക്കും നിങ്ങൾക്ക് സ്കോളർഷിപ്പായിട്ട് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും നല്ല സ്കോളർഷിപ്പ് വേറൊരാളും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. പോയിന്റ് നമ്പർ 1. ആൻഡ് പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ പറയാണ്ട്. ഒന്നാമത്തെ കേസ്, ഞങ്ങൾ ഈ സ്കോളർഷിപ്പ് ഇടുമ്പം നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ പരീക്ഷ നല്ല ടഫായിരുന്നു, എസ്പെഷ്യലി കെമിസ്ട്രിയൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ടഫായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സ്കോളർഷിപ്പ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് എന്തില്ല, ഇമ്പ്രൂവ് ചെയ്തിട്ട് നിങ്ങൾ 240 ഔട്ട് ഓഫ് 240 എടുത്താലും ഇമ്പ്രൂവ്മെൻറ്റിന് മുന്നേ ഉള്ള നിങ്ങളുടെ മാർക്ക് മാത്രമേ നമ്മൾ പരിഗണിക്കുള്ളൂ. ഒന്നാമത്തെ കണ്ടീഷൻ. ആൻഡ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഈ സ്കോളർഷിപ്പ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇയാൾ വെറുതെ പറയുന്നതാണ്, പക്ഷേ അതിൻ്റെ റിയാലിറ്റി എന്താ വെച്ചാൽ ഒരുപാട് കുട്ടികൾ ഈ സ്കോളർഷിപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ വി ആർ ലിമിറ്റിംഗ് ഇറ്റ് ടു ഫസ്റ്റ് 500 ആൾക്കാർക്ക് മാത്രമായിരിക്കും +1 സ്കോളർഷിപ്പ് ബേസിസ് ചെയ്തിട്ടുള്ള സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് താഴെ കാണുന്ന സ്ക്രോളുള്ള നമ്പറിൽ വിളിക്കാം. ഓർ ഇതിൻ്റെ കൂടെ ഒരു ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്, ആ ഫോം പിൻ ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ടീം വിളിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും. എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ആകെ എനിക്കൊന്ന് ഒരു 5000 എക്സാക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ, ചെറിയ പൈസ നിങ്ങൾ അടിച്ചിട്ട് നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ കേസ്. ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇനി നമുക്ക് ഡെഫിനറ്റ്ലി ഇസാറ്റ് സ്കോളർഷിപ്പ് ഉണ്ടാവും, +2 മാർക്ക് ബേസ് ചെയ്തുള്ള സ്കോളർഷിപ്പ് ഉണ്ടാവും. ഇനി നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോർ അല്ലെങ്കിൽ ജെഇയുടെ phase 1 phase 2 സ്കോറൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാവും, സ്കോളർഷിപ്സ് ഉണ്ടാവും. അത് ഏതെങ്കിലും ഈ +1 നിങ്ങൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പിനേക്കാൾ കുറവാണെങ്കിൽ ബെസ്റ്റാണ് എന്ത് ചെയ്യുക, നമ്മൾ പരിഗണിക്കുക. പക്ഷേ +1 സ്കോളർഷിപ്പിൻ്റെ കേസിൽ അതിലൊരു പ്രശ്നം ഉണ്ടല്ലോ, ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കേട്ടോ. +1 സ്കോളർഷിപ്പ് ആദ്യത്തെ 500 ആൾ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ +1 സ്കോളർഷിപ്പ് നമ്മൾ പരിഗണിക്കില്ല. അതായത് പിന്നെ നമ്മൾ നോക്കുക, ഇപ്പോൾ
നിങ്ങളൊരു 501 ആളായി വന്നത്, നിങ്ങൾക്ക് +1 സ്കോളർഷിപ്പ് പ്രകാരം 25% ഉണ്ട്, ഇസാറ്റ് വഴി 20% ഉള്ളൂ. അപ്പം +1 സ്കോളർഷിപ്പ് നമ്മൾ നോക്കൂല, ഇസാറ്റ് മാത്രം നോക്കാം. ഇനി ഇസാറ്റ് 20% ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നീറ്റ് സ്കോർ പ്രകാരം നിങ്ങൾക്ക് 25% നിങ്ങൾക്ക് നീറ്റിൻ്റെ കിട്ടും. ഓക്കെ, +1 സ്കോളർഷിപ്പ് ഫസ്റ്റ് 500 ആൾക്കാർക്ക് മാത്രമാണ്. സോ വേഗം എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്യുക, വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഗ്രൂപ്പിലിടുക. അതേപോലെ തന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാവുന്നതാണ്, നമ്മൾ മാക്സിമം പറഞ്ഞു.